ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അരി കുതിർത്ത് പൊടിക്കാതെ അരിപ്പൊടി വെച്ചിട്ട് അരമണിക്കൂറിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 500 ഗ്രാം അളവിൽ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് ഈ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പൊ ശർക്കര നല്ലതുപോലെ ഒന്ന് തിളച്ച് നന്നായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് പഴം ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഒരു മിക്സഡ് ജാറിലേക്ക് ഞാൻ ഒരു റോബസ്റ്റ പഴമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ചെറിയ പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് 2-3 ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2-3 ഏലക്ക കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കലക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ 1 കപ്പ് അളവിൽ മൈദ കൂടെ ചേർത്തതിന് ശേഷം ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. മൈദയ്ക്ക് പകരമായിട്ട് നമുക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ അരിപ്പൊടി എടുക്കുമ്പോഴത്തേക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചൊന്ന് കലക്കിയെടുക്കാം. ഞാൻ ആ ഒരു ചൂടോട് കൂടിയിട്ടാണ് ശർക്കര പാനി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആദ്യം ഒരു 1/4 ഭാഗത്തോളം ശർക്കര പാനി ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കാം. ഇപ്പൊ ഞാൻ ആ ഒരു 1/4 ഭാഗത്തോളം ശർക്കര പാനി ഒഴിച്ച് കലക്കിയെടുത്തപ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ശർക്കര കൂടെ ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കി എടുക്കാം. ഇനി നമ്മൾ എടുക്കുന്ന അരിപ്പൊടിക്കൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ചേർത്ത് കൊടുക്കുന്ന ശർക്കരയുടെ അളവിനും വ്യത്യാസം വന്നേക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു അളവിലൊന്ന് കലക്കി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ, അതായത് ഈ ഒരു പരുവത്തിലൊന്ന് വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടി ഒന്ന് ചേർത്തിട്ട് ഒന്ന് കലക്കി എടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള പഴം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കി എടുക്കാം. പഴം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് കലക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പരുവത്തിലായിരിക്കും കിട്ടുന്നത്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇപ്പൊ ഞാനൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സോഡാപ്പൊടിയാണ്. അപ്പൊ ഞാൻ 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം 2 സ്പൂൺ അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്കൊന്ന് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കലക്കി എടുക്കാം. സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ റെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് പാടില്ല. എപ്പോഴും ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്നതിന് മുമ്പായിട്ട് വേണം സോഡാപ്പൊടി ചേർത്തൊന്ന് കലക്കി എടുക്കാനായിട്ട്. ആദ്യമേ സോഡാപ്പൊടി ചേർത്ത് കലക്കി വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിയപ്പം ഒരുപാട് എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ണിയപ്പം ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് സോഡാപ്പൊടി ചേർത്തൊന്ന് കലക്കി എടുത്താൽ മതിയാവും. ഇപ്പം ഞാനിത് ഈ ഒരു പരുവത്തിലൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 സ്പൂൺ അളവിൽ നെയ്യാണ്. ഞാനിതിലേക്ക് തേങ്ങാക്കൊത്ത് വറുത്ത് ചേർത്ത് കൊടുക്കുന്നില്ല. തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സമയം നെയ്യ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നെയ്യിൽ തേങ്ങാക്കൊത്തൊന്ന് വറുത്ത് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഈ നെയ്യുടെ കൂടെ തന്നെ ഞാൻ 1 സ്പൂൺ അളവിൽ എള്ളും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. കലക്കി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഉണ്ണിയപ്പം ഒന്ന് ചുട്ടെടുക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഉണ്ണിയപ്പച്ചട്ടിയിൽ ആവശ്യത്തിലുള്ള എണ്ണ ഒഴിച്ചിട്ടൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഒന്ന് ചുട്ടെടുക്കാം. അപ്പൊ അതിനായിട്ട് ഓരോ കുഴികളിലേക്കും ആവശ്യത്തിനുള്ള മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാ കുഴികളിലും മാവ് ഒഴിച്ചതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം നമുക്ക് വീണ്ടും 1 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് വീണ്ടും നല്ലതുപോലെ ഒന്ന് വേവിച്ച് എടുക്കാം. ഒരു ഭാഗം നല്ലതുപോലെ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇതൊന്ന് മറിച്ചിട്ട് നല്ലൊരു ബ്രൗൺ കളറായി വരുന്നവരേക്കും ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം. 2 സൈഡും 2 പ്രാവശ്യം വീതം തിരിച്ചും മറിച്ചു വിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഓരോ കുഴികളിൽ നിന്നും ഉണ്ണിയപ്പം ഒന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാ ഉണ്ണിയപ്പവും ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെയുള്ള ഉണ്ണിയപ്പം നമുക്ക് അരമണിക്കൂറിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു. ബൈ.